പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമേ, നീ എൻ്റെ ദൈവം. അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാത്ത ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. എൻ്റെ ദേഹം നിനക്കായി കാക്ഷിക്കുന്നു. അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. സങ്കീർത്തനം 63 1-2 വാക്യങ്ങൾ. പ്രഭാത സമയത്ത് പാടുവാൻ പറ്റുന്ന ഏറ്റവും നല്ല സങ്കീർത്തനമാണ് ഇത്. ഓരോ പ്രഭാതത്തിലും അവൻ്റെ അടുക്കിലേക്കുള്ള വാഞ്ച പുതുക്കുന്നതിനും അവനുള്ള പ്രത്യാശ ഉറപ്പിച്ച് പ്രഖ്യാപിച്ചും കൊണ്ട് പ്രവർത്തനത്തിനായി പ്രവേശിക്കുന്നതും അനുഗ്രഹകരമാണ്. ആമുഖത്തിൽ മരുഭൂമിയിൽ ഇരുന്നു കൊണ്ട് എഴുതുന്നതായി സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ സങ്കീർത്തനങ്ങൾ കാണുന്ന വിവരങ്ങൾ വിശദമാക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും മരുഭൂവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ ചിത്രം നമുക്ക് കാണുവാൻ കഴിയും. മനുഷ്യ ശരീരത്തെക്കുറിച്ചും കോശങ്ങളെക്കുറിച്ചും പഠനം നടത്തുന്ന പലരും പറയുന്നത് കോടിക്കണക്കിന് മനുഷ്യകോശങ്ങൾ ഓരോ നിമിഷവും ആനന്ദമാടുന്നുവെന്നാണ്. എന്ന് പറഞ്ഞാൽ ലോകമോദങ്ങളിൽ മുഴുകിയുള്ളതല്ല. കർത്താവ് തന്നെ കൽപ്പിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ 15 നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് ഒരു പുതിയ കൽപ്പന തരുന്നുവെന്ന്. അത് നമ്മുടെ ശരീരത്തിന്റെ ഓരോ സെല്ലിനെക്കുറിച്ചും അറിയാവുന്ന സൃഷ്ടാവിന്റെ കൽപ്പനയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയാ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം ഈവയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവും ഇല്ല എന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ ദാവീദ് എന്ന മഹാകവി ഇത് എഴുതുമ്പോൾ മുകളിൽ പറഞ്ഞവയ്ക്ക് വിരുദ്ധമായ അശുദ്ധി, ദുർനടപ്പ്, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ഷാഢ്യം, ദുർന്നപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത്, കൊലപാതകം ഇവയാണ് നടമാടിക്കൊണ്ടിരുന്നത്. ആത്മാവിന്റെ ഫലം മനുഷ്യനിൽ കരുണയും കരുതലും സ്നേഹവും പങ്കുവയ്ക്കലും ആവുന്ന ഊറ്ററുകളെ സൃഷ്ടിക്കുമെങ്കിൽ പിന്നീട് പറഞ്ഞവ മനുഷ്യരുടെ ഇടയിലും സമൂഹത്തിലും പ്രകൃതിയിലും മരുഭൂമികളെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കർത്താവിന്റെ മുന്നോടിയായ വിശുദ്ധ യോഹന്നാൻ പ്രവർത്തിച്ചതും ശാസിച്ചതും പഠിപ്പിച്ചതും നേരായ വഴിക്ക് ആക്കുവാൻ ശ്രമിച്ചതും ഇങ്ങനെയുള്ള സമൂഹത്തെയാണ്. അദ്ദേഹത്തിന്റെ ദൗത്യം തന്നെ മരുഭൂവൽക്കരിക്കപ്പെട്ട മനുഷ്യ ഹൃദയങ്ങളിലൂടെ നീർച്ചാലുകൾ നിർമ്മിക്കുവാനും തന്മൂലം മരുഭൂവൽക്കരിക്കപ്പെട്ട സമൂഹത്തെ ഫലഭൂയിഷ്ടമാക്കി തീർക്കുവാനുമായിട്ടാണ്. ഇന്നത്തെ അവസ്ഥ ദാവീദ് രാജാവിന്റെ കാലത്തേക്കാളും സ്നാപകന്റെ കാലത്തേക്കാളും അതിദയനീയമല്ലേ എന്ന് നാം ചിന്തിക്കണം. ഇന്നത്തെ സമൂഹത്തെ നോക്കി സാഹിത്യകാരനായ ആനന്ദ് ഭാഷാഭൂഷണിൽ ഇപ്രകാരം പറയുന്നു: ആധുനികയുടെ മൂല്യങ്ങൾ വെടിഞ്ഞ് മധ്യകാലത്തെ അന്ധതയിലേക്ക് പോവുകയാണോ എന്നീ ലോകമെന്ന്. ഇവിടെ നമുക്ക് കരുണീയമായിട്ടുള്ളത് ദൈവത്തിനു വേണ്ടിയുള്ള ആവശ്യബോധവും ദൈവത്തെ അന്വേഷിക്കുവാൻ നമ്മെ തന്നെ പ്രേരിപ്പിക്കലുമാണ്. മറ്റുള്ളവരെ അതിലേക്ക് ആനയിക്കുവാൻ ഉത്സാഹിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ദുഷ്ടത ചെയ്യുന്നവർ യഥാവിധി യഥാസമയം ദൈവിക ശിക്ഷ ഏറ്റുവാങ്ങുമെന്നുള്ളത് ദൈവിക നീതിയുടെ ഭാഗമാണ്. അത് നാം എല്ലാവരും അറിഞ്ഞിരിക്കുകയും മനസ്സിലാക്കിയിരിക്കുകയും ചെയ്യേണ്ടതാണ്. മാത്രമല്ല നമ്മിൽ നിന്ന് അതുണ്ടാകുവാൻ ഇടവരികയുമല്ല. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയനായ നല്ല ഇടയ, ഈ പ്രഭാത സമയത്ത് എൻ്റെ മക്കളായ ഞങ്ങൾ അങ്ങയുടെ തൃപ്പാദത്തിൽ അടുത്തു വന്നിരിക്കുന്നു. ഞങ്ങൾക്കായി പ്രാണഹാനി വരുത്താൻ നോക്കുന്നവരെയും സമൂഹത്തെ മരുഭൂവൽക്കരണത്തിന് പ്രേരിപ്പിക്കുന്നവരെയും നീ കാണുകയും അറിയുകയും ചെയ്യുന്നുവല്ലോ. നിന്റെ ദയയ്ക്കും കരുണയ്ക്കും വേണ്ടി അതികഠിനമായ ദാഹത്തോടും വേദനയോടും സങ്കടത്തോടും ഞങ്ങൾ നിനക്കായി കാത്തിരിക്കുന്നു. നീയാണ് എൻ്റെ രക്ഷ. എന്നെ സഹായിക്കണമേ. നിന്റെ സാക്ഷിയായ എന്നെ നശിപ്പിക്കരുത്. നീ എൻ്റെ ആശ്രയവും ശരണവും അത്രേ. പുത്ര പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആമേൻ.